Good morning, children. Welcome back to our English class. Today we are doing the continuation of Unit 3, second innings of Vijay Merchant. All of you take page number 55. Page number 55. ആരായിരുന്നു വിജയ് മർച്ചൻ? ഹിസ് എ ക്രിക്കറ്റർ ആൻഡ് എ സോഷ്യൽ വർക്കർ. അദ്ദേഹം ഒരു ക്രിക്കറ്ററും സോഷ്യൽ വർക്കറും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് അദ്ദേഹം ഒരു ക്രിക്കറ്ററായിരുന്നു. പിന്നീട് അദ്ദേഹം ഡിസേബിൾഡ് അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് പീപ്പിളിന് വേണ്ടി, വികലാംഗരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ചു. അവർക്ക് ജോലിയും വീടും ഒക്കെ കൊടുത്തു അല്ലേ? ഓക്കെ. മർച്ചൻ്റ് ലോബി ടയർലെസ്ലി ടു റേസ് പബ്ലിക് കോൺഷ്യസ്നെസ് എബൌട്ട് ദ ഡിസേബിൾഡ്. മർച്ചൻ്റ് ലോബി ടയർലെസ്ലി, മർച്ചൻ്റ് ആണെങ്കിൽ വളരെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു ടു ട്രൈ ടു ഇൻഫ്ലുവൻസ് ടു ട്രേസ് പബ്ലിക് കോൺഷ്യസ്നെസ് എബൌട്ട് ദ ഡിസേബിൾഡ്. ഈ ഡിസേബിൾഡിനെ കുറിച്ച് ഒരു സാമൂഹിക ബോധം ഉയർത്താനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. ഇവരെക്കുറിച്ച് എല്ലാവർക്കും ഇവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ എല്ലാവരെയും അറിയിക്കാനായിട്ട് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടു. മർച്ചൻ്റ് ലോബി ടയർലെസ്ലി ടു റേസ് പബ്ലിക് കോൺഷ്യസ്നെസ് മീനിങ് സാമൂഹികമായ ഒരു ബോധം ഈ ഡിസേബിളിനെ കുറിച്ച് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഹി സ്പോക്ക് അറ്റ് മീറ്റിംഗ്സ് ഓഫ് ദ റൊട്ടേറിയൻസ്, ലയൺസ് ആൻഡ് അതർ വെൽഫെയർ ഓർഗനൈസേഷൻസ് ആൻഡ് അപ്പീൽ ടു ഹിസ് ഫെലോ ഇൻഡസ്ട്രിയലിസ്റ്റ് ടു ഹയർ ഹാൻഡിക്യാപ്ഡ് പീപ്പിൾ. അദ്ദേഹം ഈ റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഇവരെക്കുറിച്ച് സംസാരിച്ചു. ഹി സ്പോക്ക് അറ്റ് മീറ്റിംഗ്സ് ഓഫ് ദ റൊട്ടേറിയൻസ്, ലയൺസ് ക്ലബ്ബ് ആൻഡ് അതർ വെൽഫെയർ ഓർഗനൈസേഷൻസ്. മറ്റ് ക്ഷേമ അന്വേഷിക്കുന്ന ഓരോ ഓർഗനൈസേഷൻസിൻ്റെ അടുത്തൊക്കെ അപ്പീൽ ടു ഹിസ് ഫെലോ ബീങ് ആൻഡ് അപ്പീൽ ടു ഹിസ് ഫെലോ ഇൻഡസ്ട്രിയലിസ്റ്റ്. അപ്പോൾ ഈ ലയൺസ് ക്ലബ്ബും റോട്ടറി ക്ലബ്ബും ഇങ്ങനെ അല്ലെങ്കിൽ വെൽഫെയർ ഓർഗനൈസേഷൻസിലും എല്ലാം അദ്ദേഹം ഈ ബ്ലൈൻഡ് പീപ്പിൾ അല്ലെങ്കിൽ ഡിസേബിൾഡ് പീപ്പിളിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു അല്ലേ? അവരെക്കുറിച്ച് അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ അവരുടെ അടുത്ത് വിവരിച്ചു. ആൻഡ് അപ്പീൽ ടു ഹിസ് ഫെലോ ഇൻഡസ്ട്രിയലിസ്റ്റ് ടു ഹയർ ഹാൻഡിക്യാപ്ഡ് പീപ്പിൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫെലോ ഇൻഡസ്ട്രിയലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അദ്ദേഹം ഒരു വ്യവസായിയാണെന്ന് പറഞ്ഞു അല്ലേ? അദ്ദേഹം മറ്റ് വ്യവസായികളുടെ അടുത്ത് എന്ത് പറഞ്ഞു? ടു ഹയർ ഹാൻഡിക്യാപ്ഡ് പീപ്പിൾ. ഈ ഹാൻഡിക്യാപ്ഡ് പീപ്പിളിനെ എടുക്കാൻ പറഞ്ഞു. എന്തിനാണ്? അവർക്ക് ജോലി കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹം. ഓക്കെ. ലയൺസ് ആൻഡ് അതർ വെൽഫെയർ ഓർഗനൈസേഷൻസ് ആൻഡ് അപ്പീൽ ടു ഹിസ് ഫെലോ ഇൻഡസ്ട്രിയലിസ്റ്റ് ടു ഹയർ ഹാൻഡിക്യാപ്ഡ് പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യവസായികളുടെ അടുത്ത് എന്ത് പറഞ്ഞു? ടു ഹയർ ചെയ്യുക, വാടകയ്ക്കെടുക്കുക അല്ലെങ്കിൽ കൂലിക്ക് പൈസ കൊടുത്ത് ജോലി ചെയ്യിക്കാനായിട്ട് അവരെ എടുക്കാൻ പറഞ്ഞു. ഹാൻഡിക്യാപ്ഡ് പീപ്പിൾ. 4 years he headed the NAB and the National Society for Equal Opportunities for the Handicapped. 4 years അദ്ദേഹം വർഷങ്ങളോളം എന്തായിരുന്നു? headed the NAB and National Society for Equal Opportunities for the Handicapped. ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹത്തിന് അവിടുത്തെ ഹെഡായിരുന്നു. ഹി ഹെഡഡ് ദ NAB and the National Society for Equal Opportunities for the ഹാൻഡിക്യാപ്ഡ്. ഈ ഓർഗനൈസേഷനെല്ലാം അദ്ദേഹം അതിൻ്റെ തലപ്പത്ത് ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഹി യൂസ്ഡ് ഹിസ് ക്ലൗഡ് ടു പുഷ് പ്രോജക്ട്സ് ത്രൂ ദ ഗവൺമെൻറ് ആൻഡ് ടു റേസ് ഫണ്ട്സ്. ഹി യൂസ്ഡ് ഹിസ് ക്ലൗഡ്സ്, അദ്ദേഹത്തിൻ്റെ പവർ, ക്ലൗഡ് മീനിങ് പവർ, അദ്ദേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് പുഷ് പ്രോജക്ട്സ്, ഒരു പ്രോജക്ട്സൊക്കെ ഉണ്ടാക്കാനും ത്രൂ ദ ഗവൺമെൻറ് വഴി പ്രോജക്ട്സ് ഉണ്ടാക്കാൻ ആൻഡ് ദ റേസ് ഫണ്ട്സ് ആൻഡ് ഇവർക്ക് വേണ്ടിയിട്ട് ഫണ്ടൊക്കെ ഉണ്ടാക്കാനും അദ്ദേഹം ശ്രമിച്ചു. ഹി യൂസ്ഡ് ഹിസ് ക്ലൗഡ് ടു പുഷ് പ്രോജക്ട്സ്, എന്താണ്? പ്രോജക്ട്സുകൾ ഉണ്ടാക്കാനും. ക്ലൗഡ് മീനിങ് പവർ ത്രൂ ദ ഗവൺമെൻറ് ആൻഡ് ടു റേസ് ഫണ്ട്സ്, ഗവൺമെൻറ് വഴി ഇവരെ സഹായിക്കാൻ എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫണ്ട്സ് ഉണ്ടാക്കാനൊക്കെ അദ്ദേഹം ശ്രമിച്ചു. ഫോർ എക്സാമ്പിൾ, എ ബോംബെ ബെനിഫിറ്റ് cricket match against England in 1981 yielded nearly $3 lakhs for the NASOC. NASOC വെച്ചാൽ നാഷണൽ സൊസൈറ്റി ഫോർ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഹാൻഡിക്യാപ്ഡ്. ഇതാണ് നാസോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1981 അദ്ദേഹം ഇവിടെ എന്താണ്? ഫോർ എക്സാമ്പിൾ, ബോംബെ ബെനിഫിറ്റ് ക്രിക്കറ്റ് മാച്ച്, ഒരു ക്രിക്കറ്റ് മാച്ച് സംഘടിപ്പിച്ചു എഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട് ഇൻ 1981 ഇംഗ്ലണ്ടിനെതിരായിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച് അദ്ദേഹം സംഘടിപ്പിച്ചു. ഈൽഡഡ് നിയർലി $3 lakhs ഫോർ ദ നാസോച്ച്. ഇത്
ഇതിന് വേണ്ടിയിട്ട് ഈ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അദ്ദേഹം 3 ലക്ഷം രൂപ സമ്പാദിച്ചു. ഈ ഓർഗനൈസേഷൻ ആൾക്കാർക്ക് ആഹാരത്തിനും വസ്ത്രത്തിനുമൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിരിക്കും, മരുന്നൊക്കെ വാങ്ങിക്കാനായിട്ട്. അതൊരു ക്രിക്കറ്റ് മാച്ച് സംഘടിപ്പിച്ചിട്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന് 3 ലക്ഷം രൂപയോളം കിട്ടി. എന്നാണ് 1981 ഓക്കെ. അന്ന് 3 ലക്ഷം രൂപയ്ക്കൊക്കെ നല്ല വിലയാണ്. On October 26, 1987, Merchant suffered heart attack. He was quickly moved to hospital where he died the following morning. On October 26, 1987, October 26, 1987, Merchant suffered heart attack. മച്ചന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. He was quickly moved to hospital where he died the following morning. അദ്ദേഹം അപ്പോൾ തന്നെ അദ്ദേഹത്തെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ where he died the following morning, പക്ഷേ അടുത്ത ദിവസം രാവിലെ അദ്ദേഹം മരിച്ചു. കൊണ്ടുപോയ ദിവസത്തിന് അടുത്ത ദിവസം അദ്ദേഹം മരിച്ചു. ഹൗ വുഡ് യു ലൈക്ക് ടു ബി റിമെമ്പേർഡ്? മർച്ചൻ്റ് വാസ് ഓൺസ് ആസ്ക്ഡ്. ഹൗ വുഡ് യു ലൈക്ക് ടു ബി റിമെമ്പേർഡ്? നിങ്ങളെ എങ്ങനെയാണ് ഓർമ്മിക്കപ്പെടേണ്ടതെന്ന് മർച്ചൻ്റെ അടുത്ത് ആരോ ചോദിച്ചു. മർച്ചൻ്റ് വാസ് ഓൺസ് ആസ്ക്ഡ്. മർച്ചൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഹൗ വുഡ് യു ലൈക്ക് ടു ബി റിമെമ്പേർഡ്? താങ്കളെ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത് അല്ലേ? അദ്ദേഹം മരിച്ചു പോയാലും താങ്കളെ എങ്ങനെയാണ് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരാൾ ചോദിച്ചു. I want no roads named after me, he replied. All I ask for is a small place in the hearts of the people to whom I brought a little cheer. There is a little doubt that Vijay will have that and a lot more. Okay, I want to നോ റോഡ്സ് നെയ്മഡ് ആഫ്റ്റർ മീൻ. താങ്കൾക്ക് മരിച്ചതിന് ശേഷം എന്ത് വേണമെന്നാണ് ചോദിച്ചത്. വുഡ് യു ലൈക്ക് ടു ബി, താങ്കൾ എങ്ങനെയാണ് ഓർമ്മിക്കപ്പെടേണ്ടത് എന്നാണ് ഒരാൾ ചോദിച്ചത്. അപ്പോൾ മർച്ചൻ എന്താണ് പറയുന്നത്? ഐ വാണ്ട് ടു നോ റോഡ്സ് നെയ്മഡ് ആഫ്റ്റർ മീ. എൻ്റെ പേരിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു റോഡും എൻ്റെ പേരിലുണ്ട അല്ലേ. ആൾ ഐ ആസ്ക് ഫോർ എ സ്മാൾ പ്ലേസ് ഇൻ ദ ഹേർട്സ് ഓഫ് ദ പീപ്പിൾ ടു ഹും ഐ ബ്രോട്ട് എ ലിറ്റിൽ ചിയർ. ആളായി ആസ്ക് ഫോർ, ഞാൻ എന്താണ് ചോദിക്കുന്നത്? എ സ്മാൾ പ്ലേസ് ഇൻ ദ ഹേർട്സ് ഓഫ് ദ പീപ്പിൾ, ആൾക്കാരുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം വേണം. ടു ഹും ഐ ബ്രോട്ട് എ ലിറ്റിൽ ചിയർ. ടു ഹും ഐ ബ്രോട്ട് എ ലിറ്റിൽ ചിയർ. ചിയർ മീനിങ് സന്തോഷം, എ ലിറ്റിൽ കുറച്ച്. അപ്പോൾ ഞാൻ ആരൊക്കെയോ സന്തോഷിപ്പിച്ചത് അല്ലേ, അവർ എന്താണ്, അവരുടെ മനസ്സിൽ എനിക്കൊരു ചെറിയ സ്ഥാനം വേണം. ഇതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ദർ ഇസ് ലിറ്റിൽ ഡൗട്ട് ദാറ്റ് Vijay will have that and a lot more. There is little meaning nothing എന്നാണ് മീനിങ്. ലിറ്റിൽ മീനിങ് നത്തിങ്, എ ലിറ്റിൽ മീനിങ് സം എന്നാണ്. ദർ ഇസ് ലിറ്റിൽ ഡൗട്ട്, അവിടെ ഒട്ടും ഡൗട്ടില്ല. വിജയ് വിൽ ഹാവ് ദാറ്റ് ആൻഡ് എ ലോട്ട് മോർ. വിജയ് അതുമല്ല അതിൽ കൂടുതൽ അദ്ദേഹത്തിന് എല്ലാവരും ഓർമ്മിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഐ ആസ്ക് ഫോർ ഇസ് എ സ്മാൾ പ്ലേസ് ഇൻ ദ ഹേർട്സ് ഓഫ് ദ പീപ്പിൾ. ആ ആൾക്കാരുടെ മനസ്സിൽ, ഞാൻ സഹായിച്ചവരുടെ മനസ്സിൽ എനിക്കൊരു ചെറിയ സ്ഥാനം മതി. അല്ലാതെ എൻ്റെ പേരിൽ റോഡും ഓഡിറ്റോറിയം ഒന്നും കെട്ടണ്ട അല്ലേ, എൻ്റെ പേരും പറഞ്ഞു. ദർ ഇസ് എ ലിറ്റിൽ ഡൗട്ട് ദാറ്റ് വിജയ് വിൽ ഹാവ് ദാറ്റ് ആൻഡ് എ ലോട്ട് മോർ. ഒട്ടും ഡൗട്ടില്ല, ലിറ്റിൽ മീനിങ് നത്തിങ്, ഒട്ടും ഡൗട്ടില്ല. ദാറ്റ് വിജയ് വിൽ ഹാവ് ദാറ്റ് ആൻഡ് എ ലോട്ട് മോർ. വിജയ് അതുമല്ല അതിനപ്പുറമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അത്രയും സ്നേഹം ആൾക്കാർ അദ്ദേഹത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ ചിൽഡ്രൻ, ടേക്ക് നെക്സ്റ്റ് പേജ്. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഗൂഗിൾ ക്ലാസ്സിൽ ടീച്ചർ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പഠിപ്പിച്ചായിരുന്നു. കുറച്ച് പിള്ളേരെ ക്ലാസ്സിലുള്ളായിരുന്നു. ഓക്കെ, എല്ലാ ഗൂഗിൾ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുമോ എല്ലാവരും? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടീച്ചർമാർ ഗൂഗിൾ ക്ലാസ്സൊക്കെ ഇടുന്നത്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 58, പേജ് നമ്പർ 58 ആക്റ്റീവ് വോയിസ്. ഓക്കെ, എന്താണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും കേട്ടിട്ടുണ്ടോ? പേജ് നമ്പർ 58 ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. എന്താണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും? ആക്റ്റീവ് വോയിസ് എന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ കർത്തരി പ്രയോഗം എന്ന് പറയും. പാസീവ് വോയിസിന് കർമ്മണി പ്രയോഗം എന്നാണ് മലയാളത്തിൽ പറയുക. എന്താണ്? ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനാണ് പ്രാധാന്യം, പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യമുള്ളത്. ഓക്കെ, എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്റ്റീവ് വോയിസ് എന്ന് വെച്ചാൽ അതിന് സബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യം, പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിനായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ നോക്കേ. റോമിയോ ലവ്സ് ജൂലിയറ്റ്. ഇതൊരു ആക്റ്റീവ് സെൻറ്റൻസ് ആണ്, ആക്റ്റീവ് വോയിസിലാണ്. റോമിയോ ലവ്സ് ജൂലിയറ്റ്. റോമിയോയ്ക്ക് ജൂലിയറ്റിനോട് എന്താണ്? ഇഷ്ടമാണ് അല്ലേ, സ്നേഹമാണ്. എങ്ങനെയാണത് പാസീവ് വോയിസിലോട്ടാക്കുന്നത്? ഇപ്പോൾ ഇതിനകത്ത് റോമിയോ, ഇതിനകത്ത് സബ്ജക്റ്റ് റോമിയോ, വെർബ് ലവ്സ്, ഒബ്ജക്റ്റ് എന്താണ്? ജൂലിയറ്റ് അല്ലേ. സബ്ജക്റ്റ് റോമിയോ, ലവ്സ് വെർബ്,
ജൂലിയറ്റ് ആണ് ഒബ്ജക്റ്റ്. എങ്ങനെയാണ് പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യുന്നത്? ജൂലിയറ്റ് ഈ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിരിക്കും. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ജൂലിയറ്റ് ഈസ് ലവ്ഡ് ബൈ റോമിയോ. ഇവിടെയാണെങ്കിൽ റോമിയോ ലവ്സ് ജൂലിയറ്റ്, റോമിയോ ജൂലിയറ്റിനെ സ്നേഹിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ജൂലിയറ്റ് ഈസ് ലവ്ഡ് ബൈ, ജൂലിയറ്റ് റോമിയോയാൽ സ്നേഹിക്കപ്പെടുന്നു. ഇങ്ങനെയാണ് മീനിങ്. ജൂലിയറ്റ് ഈസ് ലവ്ഡ് ബൈ റോമിയോ. The security opened the gate. The security opened the gate. The gate was opened by the security. The gate was opened by the security. ഇവിടെ സബ്ജക്റ്റിനാണ് പ്രാധാന്യം, പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിനാണ്. ദ ഗേറ്റ് ഈസ് ആണെങ്കിൽ വാസായിട്ട് മാറും. പിന്നീട് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദ വെർബാണ്. ദ ഗേറ്റ് വാസ് ഓപ്പൺഡ് ബൈ ദ security. The murdered a kite. A kite was murdered by the boy. A kite was murdered by the boy. The cat killed the mouse. The mouse was killed by the cat. The mouse was killed by the cat. ഓക്കെ, ഇത് ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യം. പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് അങ്ങ് സബ്ജക്റ്റ് ആവും അല്ലേ? ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിൽ എന്തായിരിക്കും? സബ്ജക്റ്റ് ആയിരിക്കും അല്ലേ? നോക്കേ, ഇത് ഒബ്ജക്റ്റാണ് അല്ലേ? ഇതെല്ലാം ജൂലിയറ്റ്, ഓപ്പൺ ദ ഗേറ്റ്, മർഡർ എ കൈറ്റ്, കിൽ ദ മൗസ്, ഇതെല്ലാം ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റ് പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഇൻ ടു പാസീവ് വോയിസ്. എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾ, ദ പോലീസ് കോട്ട് ദ തീഫ്. ദ പോലീസ് കോട്ട് ദ തീഫ്. അത് സബ്ജക്റ്റ് ഏതാണ്? ദ പോലീസ്. തീഫാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ആക്റ്റീവ് പാസീവ് വോയിസിൽ എന്താവും? ദ തീഫ് വാസ് കോട്ട് ബൈ ദ പോലീസ്. ദ തീഫ് വാസ് കോട്ട് ബൈ ദ പോലീസ്. നെക്സ്റ്റ്, കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ അമേരിക്ക കൊളംബസിനാൽ കണ്ടുപിടിക്കപ്പെട്ടു എന്നാണ് പറയേണ്ടത് പാസീവ് വോയിസിൽ. കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. അമേരിക്ക വാസ് ഡിസ്കവേർഡ് ബൈ കൊളംബസ്. അമേരിക്ക വാസ് ഡിസ്കവേർഡ് ബൈ കൊളംബസ്. ഇതാണ്. ഹണ്ടർ ഷോഡ് ദ ലയൺ. സബ്ജക്റ്റ് ദ ഹണ്ടറാണ്, ഒബ്ജക്റ്റ് ദ ലയൺ ആണ്. പാസീവ് വോയിസ് ആകുമ്പോൾ ദ ലയൺ വാസ് ഷോഡ് ബൈ ദ ഹണ്ടർ. ദ ലയൺ വാസ് ഷോഡ് ബൈ ദ ഹണ്ടർ. എവരി വൺ ലവ് സച്ചിൻ. എവരി വൺ ലവ് സച്ചിൻ. ഒബ്ജക്റ്റ് എന്താണ്? സച്ചിൻ. പാസീവ് വോയിസിൽ അത് ഇതായിട്ട് മാറും, സബ്ജക്റ്റായിട്ട് മാറും അല്ലേ? സച്ചിൻ ഈസ് ലവ്ഡ് ബൈ എവരി വൺ. സച്ചിൻ ഈസ് ലവ്ഡ് ബൈ എവരി വൺ. ഐ ഹാവ് സോൾഡ് മൈ ബൈസിക്കിൾ. ഞാൻ എൻ്റെ ബൈസിക്കിൾ വിറ്റു അല്ലേ? മൈ ബൈസിക്കിൾ ഹാവ് ബീൻ സോൾഡ് ബൈ മീ. മൈ ബൈസിക്കിൾ ഹാവ് ബീൻ സോൾഡ് ബൈ മീ. നെക്സ്റ്റ്, മർച്ചൻ്റ് ഹെൽപ്പഡ് ദ ഡിസേബിൾഡ്. സബ്ജക്റ്റ് മർച്ചൻ്റ് ആണ്. ഇത് ആക്റ്റീവ് വോയിസിലാണ്. ഇതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റണം. ദ ഡിസേബിൾഡ് വെയർ ഹെൽപ്ഡ് ബൈ മർച്ചൻ്റ്. ദ ഡിസേബിൾഡ് വെയർ ഹെൽപ്ഡ് ബൈ മർച്ചൻ്റ്. ഓക്കെ, ഹി സ്കോർഡ് 20 runs. ഹി സ്കോർഡ് 20 runs. 20 runs വെയർ സ്കോർഡ് ബൈ ഹിം. 20 runs വരെ. ഇപ്പോൾ ഹി ആണെങ്കിൽ ഹിമ്മായിട്ട് മാറും, ഷീ ആണെങ്കിൽ ഹെറായിട്ട് മാറും, ഐ ആണെങ്കിൽ മീ ആയിട്ട് മാറും. ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റം പെടും. ഓക്കെ, ഹി സ്കോർഡ് 20 runs. 20 runs വെയർ സ്കോർഡ് ബൈ ഹിം. ദ പീപ്പിൾ വിൽ സൂൺ ഫോർഗെറ്റ് ഇറ്റ്. ഇറ്റ് വിൽ സൂൺ ബി ഫോർഗോട്ടൺ ബൈ ദ പീപ്പിൾ. ഇറ്റ് വിൽ സൂൺ ബി ഫോർഗോട്ടൺ ബൈ ദ പീപ്പിൾ. ഹൂ ഡിഡ് ദിസ്. ഹൂ ഡിഡ് ദിസ്. സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാം, ഹൂ ആണ് അല്ലേ? ഹൂ ഡിഡ് ദിസ്. ബൈ ഹൂം വാസ് ദിസ് ഡൺ. ബൈ ഹൂം വാസ് ദിസ് ഡൺ. ബൈ ഹൂം വാസ് ദിസ് ഡൺ. ദ ഓൾഡ് ജെന്റിൽമാൻ ടേക്സ് സ്നഫ്. സ്നഫ് വാസ് ടേക്കൺ ബൈ ഓൾഡ് ജെന്റിൽമാൻ. സ്നഫ് വാസ് ടേക്കൺ ബൈ ഓൾഡ് ജെന്റിൽമാൻ. ഓക്കെ, ഇപ്പോൾ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനാണ് പ്രാധാന്യം. പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം. ഓക്കെ, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഇൻ ടു ആക്റ്റീവ് വോയിസ്. താഴെ കൊടുത്തിരുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആക്കി. ഇതിവിടെ പാസീവ് സെൻറ്റൻസ് ആണ്. അനിൽ വാസ് പ്രൈസ്ഡ് ബൈ ഹിസ് ഫാദർ. അനിൽ വാസ് പ്രൈസ്ഡ് ബൈ ഹിസ് ഫാദർ. ഹിസ് ഫാദർ
praised Anil. His father praised Anil. His father praised Anil. The stadium was cleaned by the volunteers. The stadium was cleaned by the volunteers. Subject എന്താണ്? The stadium അല്ലേ? The volunteers ആണ് object. The volunteers cleaned the stadium. The volunteers cleaned the volunteers cleaned the stadium. Okay. Les Marbles was written by Victor Hugo. ഇതിനകത്ത് ഒബ്ജക്റ്റ് എന്താണ്? ദ സബ്ജക്റ്റ് ലെസ് മിസറബിൾസ് ആണ് അല്ലേ? ഇത് പാസീവ് വോയിസിലോട്ടാക്കുമ്പോൾ എന്ത് വരും? ഇത് സബ്ജക്റ്റ് ആവും അല്ലേ? ലെസ് മിസറബിൾസ് വാസ് റിട്ടൺ ബൈ വിക്ടർ ഹ്യൂഗോ. വിക്ടർ ഹ്യൂഗോ ആണ് ഇതിനകത്ത് ഒബ്ജക്റ്റ്. വിക്ടർ ഹ്യൂഗോ റോട്ട് less miserables. Victor Hugo wrote Les Miserables. The children were frightened by the ghost story. The ghost story ആണ് ഒബ്ജക്റ്റ്, അത് സബ്ജക്റ്റ് ആവും. The ghost story frightened the children. The ghost story frightened the children. The building was destroyed in earthquake. The earthquake destroyed the building. The earthquake destroyed the building. Robert was taken to hospital by his friends. His friends took Robert to hospital. Okay. Robert was taken to hospital by his friends. His friends took Robert to hospital. We shall be blamed by everyone. Everyone shall blame us. Everyone shall blame us. Okay. Next page. People were surprised by the film Dam 999. Okay, the film Dam, the object ആവും അല്ലേ? ഇത് സബ്ജക്റ്റ് ആവും. The film Dam 999 was, the film Dam 999 surprised the people. He was made king. They made him king. Someone has picked my pocket. My pocket was picked by someone. My pocket was picked by someone. Okay. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നന്നായിട്ട് പഠിക്കുക. ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനാണ് പ്രാധാന്യം, പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിനായിരിക്കും. ഓക്കെ, നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ ചിൽഡ്രൻ, ദിസ് ഫോർ ടുഡേ. താങ്ക് യു.